ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫോർവേഡ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡെറിവേറ്റീവ്സിൻ്റെ ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നേച്ചർ ഓഫ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ പേ ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ അണ്ടറിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 4 രീതിയിലാണ്. ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ, സ്വാപ്പ് എന്ന് പറയുന്ന 4 രീതിയിലാണ് ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാലും ഇത് 4ഉമാണ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫോർവേഡ്സിനെ കുറിച്ചും ഫ്യൂച്ചേഴ്സിനെ കുറിച്ചാണ്. ആദ്യത്തെ ഒരു പാർട്ട് മുഴുവനായിട്ടും ഫോർവേഡിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുറച്ച് ഏരിയ മാത്രമാണ് ഫോർവേഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ ഇച്ചിരി ലോങ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? ഫോർവേഡ് എന്താണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫോർവേഡ് എന്താണ് അല്ലെങ്കിൽ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്താണ് എന്ന് പറയുന്നതിന് മുൻപായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സ്പോട്ട് കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്. ആ വാക്കിൽ തന്നെ ഉണ്ട് എന്താണ് സ്പോട്ട് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എന്താ, അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വരുന്നത്. ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കാം, എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്, എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ഓഫ്, എന്തിനു വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് ആണ്? ബൈയിങ് ഓർ സെല്ലിങ് ആൻ അസറ്റ് വിത്ത് സ്പോട്ട് പ്രൈസ് ആൻഡ് ഇൻസ്റ്റൻറ്റ് ഡെലിവറി. അതായത് ഇത് ഒരു കോൺട്രാക്റ്റ് ആണ്. ഈ ഒരു സ്പോട്ട് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു അസറ്റ് ബൈ ചെയ്യാൻ അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് ആണ്. അതിൻ്റെ പ്രൈസ് സ്പോട്ട് പ്രൈസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് നടക്കും, അതിൻ്റെ ഡെലിവറി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നോർമലി എങ്ങനെയാണോ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നത്, ആ ഒരു രീതിയാണ് സ്പോട്ട് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ 2 പാർട്ടീസ് ആയിരിക്കും ഉണ്ടാവുന്നത്, ബയറാണ് സെല്ലറാണ്. ഇവിടുത്തെ ആ ഒരു പ്രൈസ്, സ്പോട്ട് കോൺട്രാക്റ്റിലെ പ്രൈസ് എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ആ ഒരു പ്രൈസിനെ നമ്മൾ പറയുന്നത് സ്പോട്ട് പ്രൈസ് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് എന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു കോൺട്രാക്റ്റ് നടക്കുന്ന മാർക്കറ്റിനെ നമ്മൾ പറയുന്നത് സ്പോട്ട് മാർക്കറ്റാണ്. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫോർവേഡ് വരിക. അതുകൊണ്ടാണ് അത് എന്താണ് സ്പോട്ട് എന്നുള്ള കാര്യം നമ്മൾ പറയുന്നത്. ഇവിടെ ബയ്യറും സെല്ലറുമാണുള്ളത്. ബയ്യറും സെല്ലറും ഒരു അസറ്റ് ബൈ ചെയ്യുക, സെൽ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. ആ എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റിലെ പ്രൈസ് ആണ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു മാർക്കറ്റിനെ സ്പോട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നു. എന്നാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഫോർവേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫോർവേഡിലേക്ക് പോകാം. അപ്പോൾ ഇത് മനസ്സിൽ വെക്കുക എന്താണ് സ്പോട്ട് എന്നുള്ളത്. ഇവിടെ എന്താ പറയുന്നത്, എ ഫോർവേഡ് കോൺട്രാക്റ്റ് എങ്ങനെയുള്ള കോൺട്രാക്റ്റ് ആണ്? സിംപിളി ഫോർവേഡ് എന്ന് പറയുന്നത് ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേറ്റീവിൻ്റെ ഫോം ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഫോർവേഡ്സ് അല്ലെങ്കിൽ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്, എ ഫോർവേഡ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ, ആരൊക്കെ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്? 2 പാർട്ടീസ്. ആരൊക്കെയാണ് 2 പാർട്ടീസ്? ബയ്യർ അല്ലെങ്കിൽ സെല്ലർ ആണ് എന്തെന്ന് പറയുന്നത്, ആ 2 പാർട്ടീസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട് അവർ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്? ടു ബൈ ഓർ സെൽ ആൻ അസറ്റ്, ഒരു അസറ്റിനെ ബൈ ചെയ്യുക അല്ലെങ്കിൽ സെല്ല് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ ഫിക്സ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഡേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇന്ന് ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഫോർവേഡ് എന്ന് പറയുന്നത് 2 പാർട്ടീസ് തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. അവരാണ് ബയ്യറും സെല്ലറും എന്ന് പറയുന്നത്. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്? ഒരു അസറ്റിനെ ബൈ ചെയ്യുക അല്ലെങ്കിൽ സെല്ല് ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോൺട്രാക്റ്റിന് ഫ്യൂച്ചർ ഡേറ്റിൽ മാത്രമേ അതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ. അതിൻ്റെ പ്രൈസ് ഇന്ന് ഫിക്സ് ചെയ്യും, പക്ഷേ ട്രാൻസാക്ഷൻ നടക്കുന്ന ഫ്യൂച്ചറിലാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, സോ ഇൻ ഫോർവേഡ് കോൺട്രാക്റ്റ് ദ ഡേറ്റ്, ദ പ്രൈസ് ആൻഡ് ദ ക്വാണ്ടിറ്റി, എന്തൊക്കെയാണ്? ഡേറ്റ്, പ്രൈസ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഡിസൈഡഡ് അറ്റ് ദ ടൈം ഓഫ് എൻറ്ററിങ് ഇൻ ടു കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെല്ലാം അവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്? ഡേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും ഫിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ബട്ട് ദ കോൺട്രാക്റ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഫ്യൂച്ചർ, അതായത് ഫ്യൂച്ചറിൽ മാത്രം 2 പാർട്ടീസും എഗ്രി ചെയ്തിട്ടുള്ള
ഫ്യൂച്ചർ ഡേറ്റിൽ മാത്രമാണ് എന്ത് നടക്കുക, ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ ഡെലിവറി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കുക എന്നുള്ളതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് നോക്കുക, ഇൻ ദ ഫോർവേഡ് കോൺട്രാക്ട് വൺ പാർട്ടി ടേക്സ് ലോങ് പൊസിഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് ലോങ് പൊസിഷൻ എന്ന്. എന്താ ലോങ് പൊസിഷൻ? വൺ ഹു എഗ്രി ടു ബൈ ദി അസറ്റ്. അതായത് ലോങ് പൊസിഷൻ ഈസിക്കൽ ടു ബൈയിങ് പൊസിഷനാണ്. ബയ്യറുടെ പൊസിഷനാണ് എന്തെന്ന് പറയുന്നത്, ലോങ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ അതർ പാർട്ടി. ഒരാൾ ബയർ ആണെങ്കിൽ അടുത്ത ആൾ ആരായിരിക്കും? സെല്ലർ ആയിരിക്കും. അപ്പോൾ അടുത്ത പാർട്ടി എടുക്കുന്ന ആ ഒരു പൊസിഷനാണ് ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത്. വൺ ഹൂ എഗ്രി ടു സെൽ ദ അസറ്റ്. ആരാണോ ആ അസറ്റിനെ സെല്ല് ചെയ്യാനായിട്ട് എഗ്രി ചെയ്യുന്നത്, അപ്പോൾ സെല്ലറാണ് ആരെന്ന് പറയുന്നത് അടുത്ത പൊസിഷനിലുള്ള ഷോർട്ട് പൊസിഷനിലുള്ള ആളെന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? Forward is a negotiated agreement between two parties. There is no third party or middleman. ഇവിടെ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു മിഡിൽ മാൻ ഇല്ല. നമ്മൾ പറഞ്ഞു ഫോർവേഡ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ് OTCയിൽ ട്രേഡ് ചെയ്യുന്നതാണ്. ഒരു തരത്തിലുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ട്രേഡ് ചെയ്യപ്പെടുന്നതല്ല എന്തെന്ന് പറയുന്നത് ഫോർവേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മിഡിൽ മാൻ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു നെഗോഷിയേറ്റഡ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഫോർവേഡ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിയുന്ന സമയത്ത് എന്താണ് ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്താവും ക്ലിയർ ആവും. ഇവിടെ പറയുന്നുണ്ട്, എ വീറ്റ് ഫാർമർ ഹാസ് പ്ലാന്റ് എ ക്രോപ്പ് ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഈൽഡ് 80 കിൻഡൽസ്. എന്താ ഇവിടെ പറയുന്നത്? ഏകദേശം ഒരു 80 കിൻഡലോളം വീറ്റ് അല്ലാന്നുണ്ടെങ്കിൽ അത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഫാർമർ എന്ത് കൾട്ടിവേറ്റ് ചെയ്യുകയാണ്? വീറ്റ് എന്ത് ചെയ്യുന്നു? കൾട്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം റെഡിയായി വരുമ്പോൾ ഇയാൾക്ക് തോന്നുകയാണ് ഇവിടെ റിസ്കിനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നഷ്ടം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഇപ്പോഴുള്ള വില കിട്ടാതിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അതാണ് പറയുന്നത് ടു എലിമിനേറ്റ് ദ റിസ്ക് ഓഫ് ഫാൾ ഇൻ ദ പ്രൈസ് ഓഫ് വീറ്റ് എന്നാണ് കേട്ടോ. പ്രൈസ് ഓഫ് വീറ്റ് ബിഫോർ ഹാർവസ്റ്റ് ഫാർമർ എൻറ്റർ ഇൻ ടു എ ഫോർവേഡ് കോൺട്രാക്ട്. അതായത് ഇപ്പോഴുള്ള വില, നിലവിലുള്ള വില വീറ്റിന് കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് തന്നെ ആ റിസ്കിനെ എലിമിനേറ്റ് ചെയ്യാൻ ഇവിടെ ഫാർമർ എന്ത് ചെയ്യുന്നു? ഒരു കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ എൻറ്റർ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 1 ജൂലൈ 2019. നമ്മൾ ടെക്സ്റ്റിലുള്ള എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് വർഷം നമ്മൾ 2090 കൊടുത്തിട്ടുള്ളത്. എന്താ പറയുന്നത്? ഓൺ 1 ജൂലൈ 2019 വിത്ത് എ ട്രേഡ് ടു സെൽ ദ 80 കിൻഡൽസ് ഓഫ് വീറ്റ് അറ്റ് റുപ്പീസ്. എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 1300 രൂപയ്ക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് തീരുമാനിക്കുകയാണ്. 80 കിൻഡലോളം വീറ്റ് കൊടുക്കാമെന്നുള്ള കാര്യം തീരുമാനിക്കുകയാണ്. ഇത്രേ പറയുന്നുള്ളൂ. 1 ജൂലൈ 2019 ഈ ഒരു ഫാർമർ മറ്റൊരു ബയ്യറുമായിട്ട് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. 5 മാസത്തിന് ശേഷം, അതാണ് അവർ പറയുന്നത്, ആഫ്റ്റർ 5 മന്ത്സ്, 5 മാസത്തിന് ശേഷം 1300 രൂപയ്ക്ക്, കിൻഡലിന് 1300 രൂപയ്ക്ക് എന്ത് ചെയ്യാം? വീറ്റ് സെല്ല് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഈ 1300 എന്ന് പറയുന്ന എമൗണ്ട് കോൺട്രാക്റ്റ് പ്രൈസ് ആണ്. നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ഈ 1300 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് എന്താണ്? കോൺട്രാക്റ്റ് പ്രൈസിനെയാണ് എന്തെന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് പ്രൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഒരു 1300 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താ? അപ്പോൾ ഇവിടുത്തെ കറണ്ട് പ്രൈസ്, ഇപ്പോൾ ഉള്ള വില എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് പ്രൈസ് അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 1200 രൂപയാണ്. നിലവിലുള്ള വില 1300 രൂപയാണ്. അപ്പോൾ ഒരു 5 മാസം കഴിയുമ്പോൾ 1300 രൂപയ്ക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഡീല് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 5 മാസത്തിന് ശേഷം എന്ന് പറയുന്ന സമയത്ത് ഏത് മാസത്തിലേക്കാണ് പോകുന്നത്? 5 മാസത്തിന് ശേഷം ജൂലൈയിലാണ് വരുന്നത്. അപ്പോൾ 5 മാസത്തിന് ശേഷം എന്ന് പറയുന്നത് 1 ഡിസംബർ 2090 ആയിരിക്കും വരിക. ആ ഒരു ഡേറ്റ് ആണ് എക്സ്പിരിയേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നേരെ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് പോവാണ്.
ഇവിടെ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ പറഞ്ഞു ഒരു വീറ്റ് ഫാർമർ എന്ത് ചെയ്യുന്നു, വീറ്റ് ഫാർമർ സെല്ലറാണ്, അതുകൊണ്ട് തന്നെ ഷോർട്ട് പൊസിഷൻ ആണെന്നുള്ള മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് വീറ്റ് ആണ്, അതാണ് വീറ്റ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ബയ്യർ, അത് മേടിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക, അല്ല ആ ആളാണെന്ന് പറയുന്നത് ബയ്യർ അല്ലെങ്കിൽ ലോങ് പൊസിഷനിലുള്ള ആളെന്ന് വിചാരിക്കുക. നമ്മളിവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1200 രൂപ എന്നുള്ളത്. ഇപ്പോൾ മാർക്കറ്റിലുള്ള വില 1200 രൂപയാണ്. ഈ 1200 രൂപ ഇതെല്ലാം റെഡി ആയിട്ട് വന്നതിന് ശേഷം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്നത്. ഫോർവേഡ് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് 1 ജൂലൈ 2019 ആണ്. അങ്ങനെ എൻട്രി ചെയ്യുന്ന സമയത്ത് അവരെന്താ ഫിക്സ് ചെയ്യുന്നത്, 5 മാസത്തിന് ശേഷം 1300 രൂപയ്ക്ക്, കിൻഡലിന് 1300 രൂപയ്ക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീറ്റ് സെല്ല് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആ ഒരു എക്സ്പിരിയേഷൻ, ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ഡേറ്റ് അവസാനിക്കുന്നത് 5 മാസത്തിന് ശേഷം 1 ഡിസംബർ 2019 എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിളും ഈ ഒരു ഫിഗറും കൂടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നമ്മൾ ആ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ള ആ ഒരു എക്സാമ്പിളിനെ വളരെ സിമ്പിളായിട്ട് ഇവിടെ ഒരു സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നു, ഓരോന്നും എന്താണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കുക, ഫീച്ചേഴ്സ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട്. ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ ബൈലാറ്ററൽ കോൺട്രാക്ട്. ഈ ഒരു കോൺട്രാക്ട് ബൈലാറ്ററൽ കോൺട്രാക്റ്റ് ആണ്. നമുക്കറിയാം 2 പാർട്ടീസ് ആണ് ഈ ഒരു കോൺട്രാക്റ്റിൽ വരുന്നത്, അതുകൊണ്ടാണ് ബൈലാറ്റർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്, കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ്. നമുക്കറിയാം ഇതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാത്തതായതുകൊണ്ട് തന്നെ ഇത് കസ്റ്റമൈസ്ഡ് ആണ്. 2 പാർട്ടിക്കും എങ്ങനെയാണോ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ആ രീതിയിലായിരിക്കും നമ്മൾ കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ദേ ഡു നോട്ട് ട്രേഡ് ഓൺ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇവിടെ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ല ട്രേഡിങ് നടക്കുന്നത്, നേരെ മറിച്ച് OTCയിലാണ് നടക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ഐഡിയൽ ടൂൾ ഫോർ ഹെഡ്ജിങ് ദ റിസ്ക്. റിസ്കിനെ കുറയ്ക്കാനായിട്ടുള്ളൊരു ടൂളാണ് ഈ ഒരു ഫോർവേഡ് എന്ന് പറയുന്നത്. അതായത് വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആൾ നിലവിലുള്ള പ്രൈസ് കിട്ടില്ല എന്ന് വിചാരിച്ച റിസ്കിനെ പേടിച്ചാണ് ഫോർവേഡ് കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ റിസ്കിനെ ഹെഡ്ജ് ചെയ്യാനായിട്ടുള്ളൊരു ടൂളാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സീറോ സം ഗെയിൻ. ഇവിടെ ഒരു പാർട്ടിയുടെ ലോസ് ആയിരിക്കും മറ്റൊരു പാർട്ടിയുടെ ഗെയിൻ എന്ന് പറയുന്നത്. ഫാർമർ 1300 രൂപയ്ക്ക് ഡീൽ ഉറപ്പിക്കുന്ന സമയത്ത് 5 മാസത്തിന് ശേഷം 1250 രൂപയാണ് വീറ്റിൻ്റെ പ്രൈസ് എങ്കിൽ അവിടെ ബയ്യർക്ക് നഷ്ടവും അവിടെ സെല്ലർക്ക് എന്താണ്, അല്ലെങ്കിൽ വിൽക്കുന്ന ആൾക്ക് ഫാർമർക്ക് എന്താണ് വരുന്നത്, ലാഭവുമാണ് വരുന്നത്. 50 രൂപയുടെ ലാഭവുമാണ് വരുന്നത്. അപ്പോൾ ഒരാളുടെ നഷ്ടം ഒരാളുടെ ലാഭമാണെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താ, ദിസ് കോൺട്രാക്ട് സെറ്റിൽഡ് ബൈ ഡെലിവറി ഓഫ് അസറ്റ് ഓൺ എക്സ്പയറി എന്നുള്ളതാണ് പറയുന്നത്. അസറ്റിൻ്റെ ഡെലിവറി അല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് എന്നുള്ള കാര്യമാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടേംസ് യൂസ്ഡ് ഇൻ ഫോർവേഡ് കോൺട്രാക്റ്റ്. ഫോർവേഡ് കോൺട്രാക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ എക്സാമ്പിളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ എക്സാമ്പിളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ടേംസ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, അണ്ടർലൈങ് അസറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് അണ്ടർലൈങ് അസറ്റ് എന്നുള്ളത് പറഞ്ഞു. നമ്മുടെ എക്സാമ്പിളിൽ എന്തായിരുന്നു നമ്മുടെ അണ്ടർലൈങ് അസറ്റ്, വീറ്റ് ആയിരുന്നു നമ്മുടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിൻ്റെ മേലെയാണോ നമ്മളൊരു കോൺട്രാക്റ്റ് വെക്കുന്നത് അതാണ് അണ്ടർലൈങ് അസറ്റ്. പല സമയത്തും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ലോങ് പൊസിഷൻ എന്ന് പറയുന്നത്. ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്ത് പൊസിഷൻ ആയിരുന്നു, ബൈയിങ് പൊസിഷൻ ആണ് എന്ന് പറയുന്നത് ലോങ് പൊസിഷൻ. വാങ്ങിക്കുന്ന ബയ്യറുടെ പൊസിഷനാണ് ലോങ് പൊസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഷോർട്ട് പൊസിഷൻ ആണ്, സെല്ലിംഗ് പൊസിഷൻ ആണ്, സെല്ലറുടെ പൊസിഷൻ ആണ് ഇതെന്ന് പറയുന്നത് ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് അതുപോലെ തന്നെ സെല്ലർ എന്താണ് സെയിം വേർഡ് ആണല്ലേ, അല്ലെങ്കിൽ അക്ഷരമാണ് തുടങ്ങുന്നത്, എസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് പൊസിഷൻ സെല്ലർ, അതുപോലെ തന്നെ ലോങ് പൊസിഷൻ എന്ന് പറയുന്നത് ബയ്യർ ആണ്. അടുത്തതാണ് പറയുന്നത് എന്താണ്, സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന പ്രൈസിനെയാണ് നമ്മൾ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. നിലവിൽ ഇവിടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 1200 രൂപയായിരുന്നു. ഈ 1200ലും വീറ്റിന് കുറയുമോ എന്ന് പേടിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫാർമർ കോൺട്രാക്റ്റിലേക്ക് ഫോർവേഡ് കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ സ്പോട്ട് പ്രൈസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഫോർവേഡ് പ്രൈസിനെ കുറിച്ചാണ് പറയുന്നത്. ഫോർവേഡ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
പല രീതിയിൽ അതിനെ പറയുന്നുണ്ട്. ഫോർവേഡ് പ്രൈസ് എന്ന് പറയുന്നു, കോൺട്രാക്ട് പ്രൈസ്, അതുപോലെ തന്നെ ഡെലിവറി പ്രൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ എന്തായിരുന്നു ആ ഒരു പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ 1300 രൂപയായിരുന്നു എന്തെന്ന് പറയുന്നത് ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. എന്താണ്? ഭാവിയിൽ നഷ്ടം സംഭവിക്കാം അല്ലെങ്കിൽ റിസ്ക് എടുക്കേണ്ടതായിട്ട് വരുമെന്ന് വിചാരിച്ചുകൊണ്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് ആ ഒരു കോൺട്രാക്റ്റിൽ ഫിക്സ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ ഫോർവേഡ് പ്രൈസ് അല്ലെങ്കിൽ കോൺട്രാക്ട് പ്രൈസ് അല്ലെങ്കിൽ ഡെലിവറി പ്രൈസ് എന്നൊക്കെ പറയുന്നത്. ഇനി പറയുന്നത് എന്താണ്? എക്സ്പിരിയേഷൻ ഡേറ്റ് ആണ്. എന്നാണോ നമ്മുടെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് അതിനെയാണ് എക്സ്പിരിയേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു ഡേറ്റ് എന്നാണ് ഇവിടെ December 1st, 2090 ആയിരുന്നു. 5 മാസത്തിന് ശേഷമാണ് കൊടുക്കാമെന്നാൽ അത് V2 റെഡി ആയാൽ മാത്രമല്ലേ വിൽക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു കാര്യം പറയുന്നത്. ഇവിടെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലും എളുപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നത് ഒരു എക്സാമ്പിൾ നോക്കി പഠിക്കുമ്പോൾ തന്നെയാണ്. അതുകൊണ്ടാണ് അത് വെച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ സെയിം എക്സാമ്പിൾ വീണ്ടും നമ്മളിവിടെ പറയുന്നുണ്ട്. അതൊന്നും കൂടെ ഷോർട്ട് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഇവിടെ ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത് ആരുടെ പൊസിഷനാണ്? സെല്ലർ. ഇവിടെ ഫാർമറാണ് ഷോർട്ട് പൊസിഷനിൽ വരുന്നത്. ആൻഡ് ഇവിടെ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 1200 രൂപയാണ് ഇവിടെ പറയുന്നത്. കറണ്ട് പ്രൈസീസ് എന്ന് പറയുന്നത് എത്രയാണ്? നിലവിലുള്ള പ്രൈസ്, അതാണ് സ്പോട്ട് പ്രൈസ് അല്ലെങ്കിൽ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 1200. കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ഫിക്സ് ചെയ്യുന്ന പ്രൈസ് 1300 രൂപയാണ്. ആൻഡ് ആ കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് എപ്പോഴാണ്? 1st December 2019 ഒന്നും കൂടെ സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സെയിം കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നോക്കുക, എന്തൊക്കെയാണ് ഈ ഒരു സ്പോട്ട് കോൺട്രാക്റ്റും അതുപോലെ തന്നെ ഫോർവേഡ് കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് പറയുന്നത്. സ്പോട്ട് കോൺട്രാക്റ്റ് എന്താണ്, അതുപോലെ തന്നെ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്താണ്, രണ്ടും രണ്ട് സ്ലൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? എ സ്പോട്ട് കോൺട്രാക്റ്റ് ഈസ് വൺ വേർ ദ കോൺട്രാക്റ്റ് ഈസ് പെർഫോംഡ് ഇമ്മീഡിയറ്റ്ലി ബൈ ബോത്ത് പാർട്ടീസ്. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? സ്പോട്ട് കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് നടക്കുന്നു. എന്നാൽ ഇവിടെ എങ്ങനെയാണ് പെർഫോമൻസ് നടക്കുന്നത്? ഫ്യൂച്ചറിൽ മാത്രമാണ്, പെർഫോംഡ് അറ്റ് ഫ്യൂച്ചർ ഡേറ്റിലാണ് എന്ത് നടക്കുന്നത്? ഫോർവേഡ് കോൺട്രാക്റ്റിൽ പെർഫോമൻസ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇൻ സ്പോട്ട് ട്രാൻസാക്ഷൻ ദർ ഈസ് നോട്ട് കൗണ്ടർ പാർട്ടി റിസ്ക്. അവിടെ ഒരു തരത്തിലുള്ള കൗണ്ടർ പാർട്ടി റിസ്ക്കും വരുന്നില്ല. എന്നാൽ ഫോർവേഡ് കോൺട്രാക്റ്റിൽ എന്തുണ്ട്? കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ട്. ഒരു പാർട്ടി എന്ത് ചെയ്യുന്നു? ഫുൾഫില്ല് ചെയ്യാതെ, കോൺട്രാക്റ്റിൽ ഫുൾഫിൽമെൻറ്റ് നടക്കാതെ പോവുകയാണെങ്കിൽ അതിനെയാണ് കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഫാർമറും അതുപോലെ തന്നെ ബയ്യറും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു. 5 മാസത്തിന് ശേഷം എന്ത് ചെയ്യാം? ഇവിടെ നടത്താം അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഫുൾഫില്ല് ചെയ്യാം എന്ന് പറയുന്ന എഗ്രിമെൻറ്റോട് കൂടിയാണ്. പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ കൗണ്ടർ പാർട്ടി റിസ്ക്, ഒരാൾ അവിടുന്ന് മാറി നിൽക്കുന്ന സമയത്താണ്. അതിനെയാണ് നമ്മൾ കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത്. ആ റിസ്ക് ഫോർവേഡ് കോൺട്രാക്റ്റിലുണ്ട്, എന്നാൽ സ്പോട്ട് കോൺട്രാക്റ്റിൽ ആ റിസ്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഈ സ്പോട്ട് കോൺട്രാക്ട് ക്യാൻ ബി അറൈസ് ഈവൻ ബിറ്റ്വീൻ ദ പാർട്ടീസ് നോട്ട് നോയിങ് ഈച്ച് അതർ. രണ്ട് പാർട്ടീസിനും തമ്മിൽ അറിഞ്ഞോണമെന്നുള്ള യാതൊരുവിധ നിർബന്ധവുമില്ല. എന്നാൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടീസിനും തമ്മിൽ അറിയാം, രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അതാണ് നോ ഈച്ച് അതർ. രണ്ട് പാർട്ടീസിനും എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇൻ എ സ്പോട്ട് കോൺട്രാക്ട് ഹെഡ്ജിങ് ആൻഡ് സ്പെക്കുലേഷൻ ആർ നോട്ട് പോസിബിൾ. ഇവിടെ ഹെഡ്ജിങ് അതുപോലെ തന്നെ സ്പെക്കുലേഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളും പോസിബിൾ അല്ല. എന്നാൽ ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഇത് രണ്ടും പോസിബിൾ ആണെന്നുള്ളതാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്താണ് ഹെഡ്ജിങ് എന്നും എന്താണ് സ്പെക്കുലേഷൻ എന്നും ആരാണ് സ്പെക്കുലേറ്റർ എന്നും ആരാണ് ഹെഡ്ജർ എന്നൊക്കെയുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് പറയുന്ന ഹെഡിങ്ങിലേക്ക് ശ്രദ്ധിക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് ഫോർവേഡ്സ്. ഫോർവേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്ന അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹെഡ്ജ് ദ റിസ്ക് ഇൻ ഫ്യൂച്ചർ. അതായത് ഭാവിയിൽ റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നതാണ് നോ ഇനിഷ്യൽ മൂവ്മെൻറ്റ് ഈസ് റിക്വയർഡ്. യാതൊരു തരത്തിലുള്ള ഒരു ഇനിഷ്യൽ, അതായത് ക്യാഷിൻ്റെ ആവശ്യം ആദ്യത്തെ സ്റ്റേജിൽ ഒരു തരത്തിലുള്ള ക്യാഷിൻ്റെയും ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് നോക്കുക. ഇറ്റ് ഈസ് ടൈലർ മെയ്ഡ് എന്ന് വെച്ചാൽ എന്താണ് പറയുന്നുണ്ട്? പ്രൈവറ്റ്ലി നെഗോഷിയേറ്റഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ടൈലർ മെയ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ആരാണ് ടൈലർ എന്ന് പറയുന്നത്? നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്, അതായത് നമ്മുടെ മെഷർമെൻറ്റ് എടുത്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അതാണ് ടൈലർ ചെയ്യുന്നൊരു ജോലി എന്ന് പറയുന്നത്. റെഡിമെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരേ അളവിൽ കുറേ എന്ത് ചെയ്യുന്നു? സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്.
എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടൈലർ മെയ്ഡാണ്. അതായത് ആരാണോ കസ്റ്റമേഴ്സ്, ഇവിടെ കസ്റ്റമേഴ്സ് അത് പാർട്ടീസിന് നമുക്ക് കസ്റ്റമറായിട്ട് നടക്കാം. അപ്പോൾ ആ ഒരു കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കൊണ്ട് കോൺട്രാക്റ്റിനെ എന്ത് ചെയ്യുന്നു, മേക്ക് ചെയ്യുന്നു. അതാണ് ടൈലർ മെയ്ഡ് എന്ന് പറയുന്നത്. ഫോർവേഡ് കോൺട്രാക്റ്റ് ഒരു ടൈലർ മെയ്ഡാണ്. വേറൊരു രീതിയിൽ പറയുന്നതാണെങ്കിൽ കസ്റ്റമൈസ്ഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു ഡിഫറൻസ് ആലോചിച്ചാൽ മതി. ടൈലറും അതുപോലെ തന്നെ റെഡിമെയ്ഡും തമ്മിലുള്ള ഡിഫറൻസ് ആലോചിച്ചാൽ നമുക്കത് പിടികിട്ടും. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇത് എങ്ങനെയാണ്, ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടൈലർ മെയ്ഡ് ആണ് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആണെന്ന് പറഞ്ഞു. അതിനെ വേറൊരു വേർഷനിൽ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ എന്നുള്ള പോയിന്റ്. നെക്സ്റ്റ് പറയുന്നതാണ് ലിമിറ്റേഷൻ ഓഫ് ഫോർവേഡ് അല്ലെങ്കിൽ ഫോർവേഡ് മാർക്കറ്റ്. എന്തെല്ലാം ലിമിറ്റേഷൻ ആണുള്ളത് എന്ന് ആദ്യം പറയുന്നത് എന്താണ്, ലിക്വിഡിറ്റി എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇല്ലിക്വിഡിറ്റി എന്നുള്ള പോയിൻ്റാണ് ഇവിടെ പറയുന്നത്. അതായത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാഷായിട്ട് മാറ്റാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് പെട്ടെന്ന് എന്തായിട്ട് മാറ്റാൻ പറ്റില്ല, ക്യാഷായിട്ട് മാറ്റാനായിട്ട് പറ്റില്ല ഫോർവേഡ് കോൺട്രാക്റ്റിൽ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഫ്യൂച്ചർ ഡേറ്റിലാണ് കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് സമയമെടുക്കും, ഭാവിയിലേ ഇത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ലിക്വിഡിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ലാക്ക് ഓഫ് സെൻട്രലൈസ്ഡ് ട്രേഡിംഗ് എന്നുള്ളതാണ് പറയുന്നത്. ഫോർവേഡ് കോൺട്രാക്ട് ഈസ് എ ബൈലാറ്ററൽ കോൺട്രാക്ട്. ഒരു ബൈലാറ്ററൽ കോൺട്രാക്റ്റ് ആണ്, രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. ബയ്യറും സെല്ലറുമാണ് ഇവിടുത്തെ പാർട്ടീസ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ അല്ലെങ്കിൽ ഇതൊരു ടൈലർ മെയ്ഡ് ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതൊരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ല ട്രേഡ് ചെയ്യുന്നത്. എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത്, OTCയിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതാണ് ലാക്ക് ഓഫ് സെൻട്രലൈസ്ഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ല, നേരെ മറിച്ച് OTCയിലാണ് ഇതിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് കൗണ്ടർ പാർട്ടി റിസ്ക് ഓർ ഡിഫാൾട്ട് റിസ്ക് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു പാർട്ടി, രണ്ട് പാർട്ടീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു. അതിലൊരു പാർട്ടി കോൺട്രാക്റ്റിലെ എന്താ പറയുന്നത് എഗ്രിമെൻറ്റുകൾ അല്ലെങ്കിൽ കണ്ടീഷൻസ് ഫുൾഫില്ല് ചെയ്യുന്നില്ല, മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കൗണ്ടർ പാർട്ടി റിസ്ക് അല്ലെങ്കിൽ ഡിഫാൾട്ട് റിസ്ക് എന്ന് പറയുന്നത്. അവിടുത്തെ അവരുടെ കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്യാതിരിക്കുന്ന സമയത്ത് വരുന്ന റിസ്ക് ആണ് കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഡിഫിക്കൽട്ടി ഇൻ ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഡിഫിക്കൽട്ടി ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് എന്താ അവിടെ ഡിഫിക്കൽട്ടി ഉണ്ടാവും എന്നുള്ളത് പറയുന്നത്, അതായത് രണ്ട് പാർട്ടീസിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ് എന്നനുസരിച്ച് കൊണ്ട് നമുക്ക് മാച്ചിങ് പാർട്ടീനെ കണ്ടെത്താനായിട്ട് പറ്റാതെ വരുന്ന സിറ്റുവേഷൻ. അതായത് എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ടുള്ളത് വീറ്റാണ്. അപ്പോൾ വീറ്റ് കൊടുക്കാനായിട്ടുണ്ടാകുന്ന സമയത്ത് ആ വീറ്റ് മേടിക്കാനായിട്ടുള്ള ആളെ ഞാൻ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം അല്ലെങ്കിൽ മാച്ച് ചെയ്യണം. അങ്ങനെ മാച്ച് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ഇത് OTCയിലായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ്. എന്താണ് ഇപ്പോൾ അല്ലെങ്കിൽ എനിക്ക് കരിമ്പാണ് വിൽക്കാനുള്ളത്, പക്ഷേ കരിമ്പ് മേടിക്കാനുള്ള ആളെ എനിക്ക് അറിയില്ല, പക്ഷേ വീറ്റ് മേടിക്കാനുള്ള ആളെ എനിക്കറിയാം, പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ മാച്ചിങ് പാർട്ടീസിനെ കണ്ടെത്താനായിട്ട് ഡിഫിക്കൽട്ടി ഉണ്ടാവുക എന്നുള്ളതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് നോ സ്ക്വയറിംഗ് ഓഫ് എന്ന് പറയുന്നത്. അതായത് എന്താണ് ഓഫ് സെറ്റിംഗ്. എന്താണ് ഓഫ് സെറ്റിംഗ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഓഫ് സെറ്റിംഗ് ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ സാധിക്കില്ല. എവിടെ, ഈ ഫോർവേഡ് കോൺട്രാക്റ്റിൽ നമുക്ക് പൊസിഷൻസ് ലോങ് പൊസിഷന് ഷോർട്ട് പൊസിഷനായിട്ട്, ഷോർട്ട് പൊസിഷനെ ലോങ് പൊസിഷനായിട്ടൊന്നും മാറ്റാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൺട്രാക്റ്റിൽ നിന്ന് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഓഫ് സെറ്റിംഗ് എന്ന് പറയുന്ന കാര്യം നടപടിയാവുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിമിറ്റേഷനായിട്ട് വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് പേ ഓഫ് ഫ്രം ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, പേ ഓഫ് ഫ്രം ഫോർവേഡ്സ് ദ പേ ഓഫ് from the forward contract is the profit or loss made by two parties to the contract. ഒരു കോൺട്രാക്റ്റിൽ നിന്ന് ഒരു പാർട്ടിക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ രണ്ട് പാർട്ടീസിനും ഉണ്ടാകുന്ന ലോസ് അല്ല എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിനെയാണ് പേ ഓഫ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യത്തിന് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്, അത് പ്രോഫിറ്റ് ആവാം ലോസ് ആവാം. ആ ഒരു ഫോർവേഡ് കോൺട്രാക്ട്, ഇപ്പോൾ ഫാർമറും ബയ്യറും എന്ത് ചെയ്യുന്നു, ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. രണ്ടുപേരും എൻ്റർ ചെയ്യുമ്പോൾ ഒരാൾക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരാൾക്ക് ലോസ് ഉണ്ടാകുന്നു. ആ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അതിൽ നിന്ന് അവർക്ക് റിട്ടേൺ കിട്ടിയിട്ടുള്ളതിനെയാണ് നമ്മൾ പേ ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റിൽ നിന്ന് അവർക്ക് റിട്ടേൺ കിട്ടിയിട്ടുള്ളത് എന്നത് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. പേ ഓഫ് എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിക്കാണെന്നുണ്ടെങ്കിലും കിട്ടിയിട്ടുള്ള ലോസ് ആവട്ടെ പ്രോഫിറ്റ് ആവട്ടെ അതിനെയാണ് പേ ഓഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഈ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 എക്സാമ്പിൾസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ എക്സാമ്പിൾസ് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഫീച്ചേഴ്സ് ആയാലും അതിൽ യൂസ് ചെയ്തിട്ടുള്ള ടേംസ് ആയാലും വളരെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. ഇനി
എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.